വേസ്റ്റ് എടുത്തത് നമ്മൾ കളയണം. ഒന്നും അധികം വേസ്റ്റ് ഉണ്ട്. ഓ ബേട്ടാജി ഓ ബാബുജി. അപ്പോൾ ഇന്ന് നമുക്ക് പിലോപ്പിനെ പിടിക്കാം. കുളത്ത് വലുതാണ് കേട്ടോ, മറ്റേ ചെറുത് മതിയായിരുന്നു. ജസ്റ്റ് ഒന്ന് ഇടേണ്ട താമസം, ഒരു ഇടല് പൊക്ക അത്ര. അപ്പുറത്തേക്ക് പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല, അതേന്നും പറഞ്ഞ സാധനം കിട്ടും. നമുക്ക് വടിയോ നമുക്ക് കാത്തിരിക്കേണ്ട താമസം ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഞാനുള്ളൊന്ന് മണപ്പിക്കുക. ഈ പ്ലാറ്റിനൊക്കെയൊക്കെ പെട്രോൾ മണപ്പിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് മണപ്പിക്കുക, എന്നിട്ട് പൂച്ച. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇടുക പൊക്കുക, സാധനത്തിന് കിട്ടി കാണിച്ചോ. നേരാണ്, പിടിച്ചോ. വേഗണ്ട, ഇത്ര ഉള്ളൂ. ഒരു 10 സെക്കൻഡ് എടുത്താ 10 സെക്കൻഡ്. നോക്കി സാധനത്തിന് നോക്കി. ഇതാണ് നട്ടർ. അതിൻ്റെ കുളത്ത് ഇതങ്ങനെ ഒടിപ്പിച്ച് നോക്കി. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 3/4 കിലോ വരും. 1 കിലോനടുത്തുള്ള മീനാണിത്. ഞാൻ ഫ്രഷായിട്ട് നമ്മൾ കൊണ്ടുപോയി പൂശും. ഇതിപ്പോൾ കൂട്ടുകാരൻ കൊണ്ട് 50 നട്ടറിനെയും 100 പിലോപ്പിനെയും കൊണ്ട് ഇട്ടതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. കണ്ടോ, അത് ഇത്രയും കയറ്റിയാൽ മതി, ജസ്റ്റ് ഒരു 3 കയറ്റിയാൽ മതി. കണ്ടോ, നമ്മളാ ഒരു തുമ്പിൻ്റെ അവിടെ നിന്ന് ഒന്ന് മുറിച്ചിട്ടു. എത്ര പിലോപ്പി ഏതാ കൊടുക്കാൻ നോക്കാം നമുക്ക്. പിലോപ്പി, ആദ്യത്തെ പിലോപ്പി. നല്ല വിജീവൻ സാധനം. ഞാനത് വേറെ തിന്നില്ലടാ. അത് ഇല്ല, ഞാൻ പിടിച്ച് അഴിച്ച് കാണിച്ചിട്ട് അടങ്ങിയിരിക്കും. എങ്ങാനും അടങ്ങിയില്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ മീനെ പിടിക്കുന്ന ഒരു പ്രൊഫഷണൽ അല്ല, അതാണ് ഈ പറ്റിയത്. കണ്ട, ഇത്ര ഉള്ളു പണി. വലിയ ടക്കി പണിയൊന്നുമല്ല. ഇതിന് കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് ചുട്ടെടുക്കണോ, അത് മസാല വരട്ടി ചുട്ടെടുക്കണോ, അതൊരു ഗില്ല് കയറ്റി കമ്പി കയറ്റി ചുടണോ, എന്താ വെച്ചാൽ നമുക്ക് അപ്പം നോക്കാം. ഒരു കയ്യിൽ നട്ടറും മറു കയ്യിൽ പിലോപ്പിയയും പിടിച്ച പിലോപ്പിയ നട്ടറും. പിലോപ്പിയെ പിടിക്കുമ്പോൾ സൂക്ഷിക്കണം. പിലോപ്പിയക്ക് മുള്ളുണ്ട്. ഞാൻ ശ്വാസം മുട്ടിച്ച് കൊള്ളിട്ട് പറഞ്ഞവിടെ ഞെക്കി തൂർപ്പിക്കും ഞാൻ. ഇത് പിലോപ്പി 6. ഇത് പിലോപ്പി, ഇത് നട്ടർ, ഇത് പിലോപ്പി. ഇതാണ് നമ്മൾ പിടിച്ച മീനിൽ 2 എണ്ണം നമ്മൾ ഒരാൾക്ക് കൊടുത്ത്, ഇങ്ങനെ ബാക്കി 4 എണ്ണം നമ്മൾ ഇപ്പോൾ ഗ്രില്ലടിക്കാൻ പോണ 4 എണ്ണം ഇതാണ് സാധനം. ഇതാ, അത് നമുക്ക് ഇങ്ങനെ ശരിപ്പെടുത്തി കുട്ടപ്പനാക്കി എടുക്കാം. എണ്ണയൊക്കെ തിരിച്ച് മസാലയൊക്കെ പെട്ട് നല്ല മസാലയൊക്കെ തിരിച്ച് പിടിപ്പിക്കാം നമുക്ക്. പിലോപ്പിയുടെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട്. നട്ടറിൻ്റെ തൊലിയൊക്കെ കുറച്ച് നല്ല കട്ടിയാണ്. അത് നമ്മൾ മുറിച്ച് എടുക്കാൻ കുറച്ച് പാടാണ്. അതിൻ്റെ ചെക്കുകളൊക്കെ സാധനം എടുത്ത് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്താ വേസ്റ്റ് എടുത്തത് നമ്മൾ കളയണം. നട്ടറിന് അധികം വേസ്റ്റ് ഉണ്ട്.
നൈസായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അകമൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ അകം ഉള്ളിലെ വേസ്റ്റൊക്കെ നമ്മൾ എടുത്ത് വൃത്തിയാക്കി കളഞ്ഞ് ഉള്ളിലെ വേസ്റ്റ് സർവ്വതും ചെതമ്പലും കൂടി ഇനി കളയണം. ചെകിള കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കി കളഞ്ഞ് ഇനി അതിൻ്റെ ചെതമ്പൽ കൂടി ഒന്ന് ഉരച്ച് കളയണം. അതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം. ഈ നട്ടറിനെ വൃത്തിയാക്കാനാണ് കൂടുതലും പാട്. അത് ആദ്യം കത്തി കൊണ്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചെതമ്പൽ കുറേയൊക്കെ പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കല്ലും ഇട്ടുറയും. ഇതിപ്പോൾ ചെതമ്പല ഏകദേശം ക്ലീൻ ആക്കി എന്നിട്ട് ഇനി ഉരയ്ക്കണം. ഇനി ഉരയ്ക്കാൻ ബാക്കിയുണ്ട്. നട്ടറിൻ്റെ എങ്ങനെയാണോ ഈ സാധനത്തിനെ പിരാനാന്നും കൂടി പറയും, ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനെ പിടിക്കാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമായത്. ഇടേണ്ട താമസം നമുക്ക് സാധനത്തിനെ ടേന്ന് പറഞ്ഞ് കിട്ടി. ഇതിൻ്റെ ചെതമ്പൽ സാധാരണ ഈ വലിയ മീനുകളുടെ പോലത്തെ വലിയ നല്ല മുത്തു പോലത്തെ ചെതമ്പലല്ല, കുഞ്ഞി ചെതമ്പലാണ്. അതേപോലെ തന്നെ കുഞ്ഞി ചെതമ്പലാണ്. കളഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഉരയ്ക്കാൻ വേണം. എന്നിട്ടിത് നല്ല വരഞ്ഞിട്ട് വേണം ഇതിനെ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ചെയ്യാൻ. ഇതിപ്പോൾ കല്ലുമിട്ട് ഉരച്ച് അതിൻ്റെ ചെളി കളയണം. ഈ സൈസ് ആ സിൽവർ കളർ പോലെ ആവണം. കണ്ടത് ഈ സൈസ് ആവണം. ഇതിനെ പിരാനാന്ന് വിളിക്കേണ്ട കാര്യമാണ് ഈ കാണുന്നത്. പല്ല് കണ്ടില്ലേ അതിൻ്റെ നാക്ക് പല്ലൊക്കെ കണ്ടില്ലേ. ഇത് നമ്മുടെ ലാസ്റ്റത്തെ പേര് ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനത്തെ നട്ടർ പിരാന സാമ്പാർ പിരാന. നമ്മൾ നൈസായിട്ട് പതുക്കെ വരഞ്ഞാൽ മതി. മുള്ളൊന്നും മുറിഞ്ഞു പോകരുത്. നൈസായിട്ട് ദേഷ്യമൊക്കെ ഇങ്ങനെ മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ച് ഇങ്ങനെ നൈസായിട്ട് വരയാം. അങ്ങനെ അടുത്തതിനെ വരയാം. ഇതേ പിരാന നട്ടർ. നോക്കിയേ നല്ല ബൈലേറ്റർ വര. എനിക്ക് വര നോക്കി കണ്ടോ, നല്ല സെറ്റായിരിക്കണുണ്ടല്ലേ. ഞാനിങ്ങനെ വരഞ്ഞ് ഇങ്ങനെ മസാല വരട്ടി മസാലസാക്കി എടുക്കണം. നാലെണ്ണത്തിനെ വരച്ച് നല്ല പുലിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വരയമ്പുലിൻ്റെ പോലെ നല്ല വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നാലെണ്ണത്തിനെ വളരെ വൃത്തിയാക്കി വരഞ്ഞ് ചെതമ്പലൊക്കെ കളഞ്ഞ് നമ്മൾ മസാല വരട്ടാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഗുമ്മ മസാലയാണ്. മസാല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മല്ലിയില, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് ഈ പറഞ്ഞ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് പോലെ നൈസായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുള്ളതിന് അതിനകത്തേക്ക് മസാല എന്ന് പറയുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ നൈസായിട്ട് മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. മണക്കുമ്പോൾ തന്നെ അതിൻ്റെ നല്ല സ്മെല്ലുണ്ട്. നമ്മൾ നൈസായിട്ട് പുരട്ടി വയ്ക്കുക. പുരട്ടി ഇങ്ങനെ ഒന്നും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അതങ്ങോട്ട് പിടിച്ചോളും. ഉള്ളിലേക്ക് അങ്ങോട്ട് ചേർത്ത് കയറ്റി അങ്ങോട്ട് വയ്ക്കാം. ഇതിപ്പോൾ ഇത്രയും പോരാ, നമ്മൾ മസാലയ്ക്ക് അനുസരിച്ച് നമുക്ക് പുരട്ടാം. ഇതിപ്പോൾ നമ്മൾ തേച്ച് മിടുക്കിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. തേച്ച് മിടുക്കിയായിട്ട് നല്ല ചുണക്കുത്തപ്പനായിട്ടതേ പിന്നെ മസാല പുരട്ടി വെച്ച് ഇനിയിപ്പോൾ പിരാനയ്ക്ക് വെച്ച് കൊടുക്കുക. ഇവിടെ ബോഡി ഇനി അടുത്തത് ഇനി നമ്മുടെ എല്ലാത്തിലും ഇട്ടിട്ട് നമുക്ക് ഇനിയിപ്പോൾ എല്ലാത്തിലും മസാല പുരട്ടി ഇനിയിപ്പോൾ ബാക്കിയുള്ള മസാല ഇത് മൊത്തം അതിനകത്തേക്ക് തന്നെ വേണ്ടിയുള്ള തന്നെയാണ്. നമുക്ക് ഇഷ്ടി എടുക്കാം. 1 2 ഉണക്കുള്ള ഇഷ്ടിക്കില്ല, നമുക്കുള്ള ഇഷ്ടിക വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കരി ഏകദേശം ഇത്രയും മതി. നമുക്ക് അതിൻ്റെ ഇടയിലേക്ക് തീ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കരി പെട്ടെന്ന് തീ പിടിച്ചോളും. മതി ധാരാളം. നമ്മുടെ കുട്ടന്മാർ റെഡിയാണ്. മസാലയൊക്കെ പിടിച്ച് നല്ല മസാലപ്പടം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നല്ല മസാലസായിട്ട് കിടക്കണം. നോക്കി നല്ല മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് നമ്മുടെ ഗ്രില്ലുമേലേക്ക് എടുത്ത് താങ്ങാം. നമുക്കപ്പോൾ അതുകൊണ്ട്
ഒരു പിരാനനെയും ഒരു പിലോപ്പിനെയും കൂടി ആദ്യം കമത്താം. നമുക്കിനി അടച്ചു വയ്ക്കാം. ഈ കനൽ നല്ല പഴുത്തിരിക്കുന്ന കാരണം പെട്ടെന്ന് സാധനം കിട്ടും. പഴുത്തിരിക്കുന്നുണ്ട് കനൽ. ഇടയ്ക്ക് നോക്കിയില്ലെങ്കിൽ സാധനം കരിഞ്ഞും പോകാൻ വഴിയുണ്ട്. പൊരിഞ്ഞ് കിടക്കും. നോക്കി ഗുമ്മായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ നോക്കിയേ, കണ്ടോ? ഒരിത്തിരി കൂടി ആവാനുണ്ട്. നല്ലൊരു ഇത് പോയിക്കോട്ടെ. കണ്ടോ? മിസ്സായിട്ടുണ്ട് സാധനം. നല്ലത് മൊരിഞ്ഞോട്ടെ. അവിടെ സാധനം റെഡിയാണ്. നമുക്കിത് ഞാൻ അൺലോഡ് ചെയ്യാം. അയ്യോ, നല്ല വെന്തിട്ടാണ് ഈ കാണുന്നത്. നല്ലോണം വെന്തേൻ്റെയാണ്. അമ്മേ, ഈ പിരാനക്കുട്ടൻ്റെ പാലും അങ്ങനെ പോകുമെന്ന് അറിയൂല. ഓ, പിരാനക്കുട്ടനെ നമ്മൾ നൈസായിട്ട് ജോറായിട്ട് എസ്കേപ്പ് ആക്കി. എൻ്റെ കൈ പൊള്ളി. സാധനം റെഡിയായിട്ട് കൈ വാടിയിൽ പിടിക്കാൻ പറ്റില്ല. നല്ല ചൂടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചൂടോടെ ഒരാൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് വരാം. മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. ഇത് എടുത്തോ. അത് രണ്ടും കഴിച്ചു നോക്കണേ. അത് എങ്ങനെയുണ്ട്? കൊള്ളാം. കൈ കൊണ്ട് എടുത്തോ. കടൽ മീൻ തീരെ കഴിക്കൂല. സൂപ്പർ ടേസ്റ്റ്. അതെ, രസമുണ്ടല്ലേ? നല്ല മസാല, നല്ല മസാല. മാംസം നല്ല രസമുണ്ടോ? കഴിച്ചോ. വോമിറ്റ് ചെയ്യോ നീ? എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വേണ്ട. വോമിറ്റ് ഇത് ഒരു തരം തന്നെയല്ലേ? ഇത് കഴിച്ചു നോക്കട്ടെ. ഇതിലോപ്പിയല്ലേ?